മക്കൾസ് വെൽക്കം ബാക്ക് ടു Xylem Learning. It's me JK. നമ്മളെ നാലാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആ ചാപ്റ്ററിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട റൂൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്ററിനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഒരു റൂൾ ഏതാണ്? ആംപിയർ സ്വിമ്മിംഗ് റൂളിലെ ആംപിയറുടെ നീന്തൽ നിയമമാണ്. ഈ ചിത്രത്തിലേക്ക് നോക്കുക. കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് ഒരു കുട്ടി നീന്തുന്നു വിചാരിക്കുക. ഒരു എക്സാമ്പിൾ, ഇവിടെ എയും ഇവിടെ ബി ആണെന്ന് വിചാരിക്കുക. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ടിന്റെ ദിശ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ കുട്ടി നീന്തുന്നതും എങ്ങോട്ടായിരിക്കും? ആ ദിശയിലേക്കായിരിക്കും. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് ഒരു കുട്ടി ഇങ്ങനെ നീന്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണോ ആ ഭാഗത്തേക്കായിരിക്കും നമ്മളെ കോമ്പസ് മാഗ്നറ്റിക് നീഡിലിന്റെ ആ ഒരു സൂചി അല്ലെങ്കിൽ ആ ഒരു കാന്ത സൂചി ഡിഫ്ലക്ട് ചെയ്യുക, വിഭ്രംശിക്കുക. ഈ ഒരു കാര്യം ചെറുതായിട്ട് ഓർത്തു വെക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് എക്സ്പെരിമെന്റ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആംപിയർ സ്വിമ്മിംഗ് റൂൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷനിൽ ഒരു കുട്ടി ഇങ്ങനെ നീന്തുന്നു വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈ ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്കായിരിക്കും നോർത്ത് പോൾ, അതായത് മാഗ്നറ്റിക് നീഡിലെ നോർത്ത് പോൾ എന്ത് ചെയ്യുക? ഡിഫ്ലക്ട് ചെയ്യുക, വിഭ്രംശിക്കുക എന്ന് ഓർത്തു വെക്കണം, അറിഞ്ഞു വെക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു വലതു കൈ പെരുവിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്പെരിമെന്റിന്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഒരു കണ്ടക്ടർ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളിങ്ങനെ തമ്പ് വലതു കൈ ഇങ്ങനെ പിടിക്കുന്നു. തമ്പ് റൂൾ, വലതു കൈ പെരുവിരൽ നിയമമാണ്. അപ്പൊ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ, ഈ തമ്പ് എന്ന് പറഞ്ഞാൽ തള്ളവിരൽ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ബാക്കിയുള്ള ഈ 4 ഫിംഗർ ഓരോ വിരലുകൾ എന്തായിരിക്കും? കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇതും നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോ റൈറ്റ് ഹാൻഡ് റൂളും ആംപിയർ സ്വിമ്മിംഗ് റൂളും സിമ്പിൾ ആണല്ലോ. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അതായത് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ പെരുവിരൽ നിയമം, അതായത് ഇടത് കൈ നിയമം, പെരുവിരലല്ല, ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഓരോ വിരലുകളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള പരീക്ഷയ്ക്ക് വരും. അപ്പോഴത്തേക്ക് ചൂണ്ടുവിരൽ അതായത് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലരേഖകൾ സൂചിപ്പിക്കുന്നു. സെന്റർ ഫിംഗർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ സൂചിപ്പിക്കുന്നു ഓർത്തേക്കുക. ഇനി തമ്പ്, തള്ളവിരൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സാധാരണ ഫാദർ മദർ ചൈൽഡ് അല്ലെ, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, ഇങ്ങനെയാണ് സൂചിപ്പിക്കാറ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ 3 റൂളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക, കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പോകുന്നത്. അപ്പൊ ഇതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഐഡിയപരമായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ പെട്ടെന്ന് നമ്മൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. വരാനിരിക്കുന്ന നിങ്ങളുടെ ഓരോ എക്സാം, അതായത് സെക്കൻഡ് ടൈം എക്സാമും മോഡൽ എക്സാമും പബ്ലിക് എക്സാമും നമ്മൾ പുഷ്പം പോലെ സെറ്റാക്കി കൈ തരും. ഓക്കെ, അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തോളൂ. നമുക്ക് അവിടെ വെച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.